കേസിൽ സ്റ്റുഡൻറ്റിലാണെങ്കിൽ മിക്ക സ്റ്റുഡൻസ് എൻ്റെ ഒരു പരിചയം അനുസരിച്ചിട്ട് ഇവർ ഫീസ് തന്നെ അടയ്ക്കുന്നവരാണ്. അവർക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയ്ക്കായിരിക്കും. അപ്പോൾ എല്ലാ മാസവും ഒരു എമൗണ്ട് ഫീസ് അടയ്ക്കുന്ന ഇതായിരിക്കും. അപ്പോൾ ജോലി തെറ്റില്ലാത്തൊരെണ്ണം പാർട്ട് ടൈമിന് കിട്ടുകയാണെങ്കിൽ അത് പോസിബിളാണ്. പാർട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ ടാസ്ക് ആയിരിക്കും. പാർട്ട് ടൈം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കയറി വരാം, നല്ല രീതിയിൽ കിട്ടുന്നവരെ ശ്രമിക്കുക. അതാണ് ഒരേ ഒരു ഓപ്ഷൻ. വേറെ ഞാൻ ചോദിച്ച് തുടങ്ങിയ കേസിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. നല്ല തണുപ്പുണ്ട്, എന്താണോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, കമൻ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവേഴ്സ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പോളണ്ടിലുള്ള ജീവിതം സെറ്റാകുമോ ഇല്ലയോ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ വെയർ ഹൗസ് ജോലിക്കോ അതോ ചെറിയ അൺസ്കിൽഡ് വർക്കിനൊക്കെ വന്നിട്ട് നിങ്ങൾ ഫാമിലിനെ കൊണ്ടുവരുന്ന പരിപാടി നോക്കരുത്, താങ്ങത്തില്ല. ഇപ്പോൾ IT ബേസ്ഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നത് സേഫാണ്, കാരണം നല്ല പേ വരും. പക്ഷെ അങ്ങനത്തെ ജോലി അങ്ങനെ കിട്ടുന്ന പലരും ചോദിക്കാറുണ്ട്. 90% ആൾക്കാർക്കും ലിങ്ക്ഡിൻ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഇനി ഞാൻ